യുവാവിനെ മർദ്ദിക്കാൻ തമിഴ്നാട് ഗുണ്ടാ സംഘത്തിന് കൊട്ടേഷൻ നൽകിയെന്ന കേസിൽ യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി പോലീസ്. യൂത്ത് കോൺഗ്രസ് ഒല്ലൂർ നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി പ്രവീൺ രാജു, പാണഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് പട്ടിക്കാട് ജിഫിൻ ജോയ് എന്നിവർക്കെതിരെയാണ് കേസ്. ജൂൺ 20-ന് പുത്തൂർ സ്വദേശി സിജുവിനെ ആക്രമിക്കാൻ കൊട്ടേഷൻ നൽകിയെന്നതാണ് കേസ്. ലെവിൻ കെ വിജയൻ ചേരുന്നു വിവരങ്ങളുമായി. ലെവിൻ, എന്തൊക്കെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വിവരങ്ങൾ? ലക്ഷ്മി, ജൂൺ 20-നാണ് ഈ കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത്. പുതുക്കാട് വെച്ച് ദേശീയപാത 544-ൽ വെച്ചാണ് സിജു എന്ന പുത്തൂർ സ്വദേശിയെ തമിഴ്നാട്ടിൽ നിന്നുള്ള ഗുണ്ടാസംഘം വഴിയിൽ തടഞ്ഞു നിർത്തി മർദ്ദിക്കുന്നതും പിന്നീട് ഇയാളുടെ മൊബൈൽ ഫോൺ കൈക്കലാക്കി രക്ഷപ്പെടുന്നതും. ഈ സംഭവത്തെക്കുറിച്ച് സിജു നൽകിയ പരാതിയെ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇയാൾക്കെതിരെ നടന്ന ഒരു കൊട്ടേഷൻ ആക്രമണമാണെന്ന് പോലീസ് മനസ്സിലാക്കുന്നത്. തമിഴ്നാട് ട്രിച്ചി സ്വദേശികളായിട്ടുള്ള 6-അംഗ സംഘമാണ് ഈ ഗുണ്ടാ സംഘത്തിൽ ഉൾപ്പെടുകയും കൊട്ടേഷൻ ഏറ്റെടുക്കുകയും ഇയാളെ ആക്രമിക്കുകയും ചെയ്തത്. പോലീസ് വിശദമായ അന്വേഷണം നടത്തുകയും സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് CDR വിവരങ്ങളും CCTV ദൃശ്യങ്ങളും ഈ ഗുണ്ടാ സംഘം താമസിച്ച ലോഡ്ജിൽ നിന്നടക്കമുള്ള വിവരങ്ങളും ശേഖരിച്ചപ്പോഴാണ് ഇത് പ്രതികളെ തമിഴ്നാട്ടിലെത്തി 3 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു പുതുക്കാട് കൊടകര പോലീസ്. ഇതേ തുടർന്ന് പ്രതികളെ നടത്തിയ ചോദ്യം ചെയ്യലിലാണ് യൂത്ത് കോൺഗ്രസ് നേതാക്കളായിട്ടുള്ള 2 പേരുടെ കൊട്ടേഷനാണ് ഇതെന്ന് മനസ്സിലാക്കുന്നത്. 1,25,000 രൂപ കൊടുത്ത് ഈ സിജുവിനെ ആക്രമിക്കാനും മൊബൈൽ ഫോൺ തട്ടിപ്പറിച്ച് അവരെ ഏൽപ്പിക്കാനുമായിരുന്നു കൊട്ടേഷൻ. യൂത്ത് കോൺഗ്രസ് ഒല്ലൂർ നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി പ്രവീൺ രാജു, പാണഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് പട്ടിക്കാട് സ്വദേശിയായ ജിഫിൻ ജോയ് എന്നിവർ ചേർന്നാണ് ഈ കൊട്ടേഷൻ നൽകിയതെന്നും പോലീസ് മനസ്സിലാക്കുന്നു. സംഭവത്തെക്കുറിച്ച് പോലീസ് വിശദമായ അന്വേഷണം നടത്തുമ്പോൾ ഈ പ്രവീൺ രാജുവും മറ്റൊരു യുവതിയും തമ്മിലുള്ള സൗഹൃദത്തെ ഈ യുവതിയുടെ മുൻ ഭർത്താവായ സിജു ചോദ്യം ചെയ്യുകയും ഇവർ തമ്മിലുള്ള ചിത്രം മൊബൈലിൽ ഫോട്ടോ എടുത്ത് പ്രവീണിന്റെ ബന്ധുക്കൾക്ക് കൈമാറുകയും ചെയ്തതാണ് വൈരാഗ്യത്തിന് ഇടയാക്കിയ സംഭവമെന്ന് പോലീസ് കണ്ടെത്തുന്നു. പിന്നാലെ തന്നെ യുവതിയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. 3 ഗുണ്ടാസംഘങ്ങളിൽപ്പെട്ട തമിഴ്നാട് സ്വദേശികളെ കൂടി അറസ്റ്റ് ചെയ്യുന്നു. ഇതിന് പിന്നാലെയാണ് ഈ കേസിൽ ഉൾപ്പെട്ട 7ഉം 8ഉം പ്രതികളായിട്ടുള്ള പ്രവീൺ രാജുവും ജിഫിൻ ജോയിയും ഒളിവിൽ പോകുന്നത്. ജൂൺ 20-നായിരുന്നു ഈ സംഭവം നടക്കുന്നത്. തമിഴ്നാട് ഗുണ്ടാ സംഘത്തെ ജൂൺ 28-നും യുവതിയെ ഈ മാസം 1-ാം തീയതിയുമാണ് പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. ഇതിന് പിന്നാലെ തന്നെ ഒളിവിൽ പോയ പ്രവീൺ രാജുവിനെയും അതോടൊപ്പം തന്നെ ജിഫിൻ ജോയിയെയും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. സംഭവത്തിൽ പ്രതികളെ കണ്ടെത്താനുള്ള ഊർജിതമായ നീക്കങ്ങളാണ് പോലീസ് നടത്തുന്നത്. 3 തമിഴ്നാട്ടിൽ നിന്നുള്ള മറ്റ് ഗുണ്ടാ സംഘങ്ങളിൽപ്പെട്ട ആളുകളെ കൂടി പിടികൂടാനുണ്ട്. ഈ കേസിലെ ഇതുവരെയുള്ള പ്രതികൾ പിടിയിലായിരിക്കുന്നത് 4 പേരാണ്. അവർ തമിഴ്നാട് സ്വദേശികളായിട്ടുള്ള രാജീവ് രാജേന്ദ്രൻ, രാജ്മോഹൻ, മഹേന്ദ്രൻ തുടങ്ങിയ 3 ആളുകളെ തമിഴ്നാട്ടിൽ ട്രിച്ചിയിലെത്തി പോലീസ് കസ്റ്റഡിയിലെടുത്തു. 9-ാം പ്രതിയായിട്ടുള്ള ഈ കേസിൽ ഉൾപ്പെട്ട സിജുവിന്റെ ഭാര്യ ജീതു വേണുഗോപാലിനെ ആലുവയിൽ നിന്നും പോലീസ് കസ്റ്റഡിയെടുത്തു. ഇവരെല്ലാവരും തന്നെ റിമാൻഡിലാണ്. ശേഷിക്കുന്ന പ്രതികളായ ശെൽവകുമാർ, സെന്തിൽ തുടങ്ങിയ ആളുകളും സംഗീതുമാണ് ഇനി തമിഴ്നാട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്യാനുള്ള പ്രതികൾ. അതോടൊപ്പം തന്നെ പ്രവീൺ രാജുവും ജിഫിൻ ജോയിയുമാണ് അറസ്റ്റിലായിട്ടുള്ള കസ്റ്റഡിയിലെടുക്കാനുള്ള പ്രതികൾ. ഇതിൽ 2 പേർക്ക് വേണ്ടിയിട്ടാണ് പോലീസ് ലുക്കൌട്ട് നോട്ടീസ്, യൂത്ത് കോൺഗ്രസ് നേതാക്കളായിട്ടുള്ള 2 പേർക്ക് വേണ്ടിയിട്ടാണ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയിട്ടുള്ളത്. ഇവരെ കണ്ടെത്താൻ വേണ്ടിയുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ് എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിവരം. ലക്ഷ്മി. ലെവിൻ കെ വിജയനാണ് തൃശൂരിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്.